നമസ്കാരം. ലോകത്തെ ഞെട്ടിച്ച് ചൈനയിൽ അസാധാരണ സംഭവം അരങ്ങേറുകയാണ്. ചൈനയിൽ പണിയെടുത്ത് നടുവൊടിഞ്ഞ പഠിച്ചു മതിയായ യുവാക്കൾ ഇപ്പോൾ പക്ഷികളാവുകയാണ്. ആഴ്ചയിൽ 6 ദിവസവും രാവിലെ 9 മുതൽ രാത്രി 9 വരെ ജോലി ചെയ്യാൻ ജീവനക്കാരെ നിർബന്ധിക്കുന്ന രാജ്യത്തെ കുപ്രസിദ്ധമായ 996 സംവിധാനത്തിനെതിരെ യുവാക്കൾ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് പ്രതിഷേധിക്കുന്നത്. ചൈനയിലെ യുവാക്കൾ പക്ഷികളെ പോലെ നടിക്കുകയാണ്. തീവ്രമായ പഠനവും തൊഴിലും മടുത്തു. ഇനി പക്ഷികളെ പോലെ പാറിപ്പറന്ന് നടക്കണമെന്നാണ് അവരുടെ ആവശ്യം. പക്ഷികളെ പോലെ ജീവിക്കാനാണ് യുവാക്കളുടെ ആഗ്രഹം. ബീങ് എ ബേർഡ് എന്ന ഹാഷ്ടാഗോടെയാണ് പുതിയ പ്രതിഷേധം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ യുവാക്കളും യുവതികളും വലുപ്പമുള്ള ടീഷർട്ടുകളിട്ട് പക്ഷികളെ പോലെ ചിറകുകൾ അടിക്കുകയും ഫർണിച്ചറുകൾക്ക് മുകളിൽ ചിലവിടുകയും ചെയ്യുന്ന വീഡിയോകൾ നിറയുകയാണ്. ഒരു പക്ഷിയായിരിക്കുക എന്നതിന്റെ പിന്നിലെ ആശയം ദീർഘനേരം പഠനത്തിലോ ജോലിയിലോ ചിലവഴിക്കുന്നതിൽ നിന്ന് മോചനം നേടുക എന്നതാണത്രേ. എല്ലാ ദിവസവും ഒരുപോലെയാണെന്നാണ് ചൈനയിലെ യുവാക്കൾ പറയുന്നത്. ജോലിയുടെയും പഠനത്തിന്റെയും സമ്മർദ്ദം മാനസികമായി യുവാക്കളെ അക്ഷരാർത്ഥത്തിൽ തളർത്തുകയാണ്. കാര്യങ്ങൾ അതിരുവിട്ടതോടെയാണ് ഇപ്പോൾ യുവാക്കൾ പുതിയ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. യുവാക്കൾ പക്ഷികളെ പോലെ ഒച്ചയുണ്ടാക്കിയും ആംഗ്യങ്ങൾ കാണിക്കുന്നതുമൊക്കെ നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണാം. ആഴ്ചയിൽ 49 മണിക്കൂർ നീണ്ട ജോലിയാണ് ചൈനക്കാർ ചെയ്യുന്നത്. രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെ ജോലി ചെയ്യുന്ന അവസ്ഥയാണ് രാജ്യത്തുള്ളത്. ഇത്തരത്തിൽ ജോലി ചെയ്ത് മടുത്ത യുവാക്കൾ കൃഷിയിലേക്ക് തിരിഞ്ഞതായും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ചൈനയിലെ യുവാക്കൾ രാജ്യത്തിന്റെ തൊഴിൽ സംസ്കാരത്തോടുള്ള തങ്ങളുടെ നിരാശ സോഷ്യൽ മീഡിയയിൽ പ്രകടിപ്പിക്കുന്നത് ഇതാദ്യമല്ല. 2022 ബായ്ലാൻ എന്ന പദം വ്യാപകമായിട്ട് പ്രചരിച്ചിരുന്നു. ചൈനീസ് തൊഴിൽ സംസ്കാരത്തിൽ വർദ്ധിച്ചു വരുന്ന അതൃപ്തി തള്ളിക്കളയാൻ കഴിയാത്തതാണ്. എന്താണ് ചൈനയുടെ ഈ 996 ആശയം? അതിലേക്ക് വരികയാണെങ്കിൽ 996 എന്ന ആശയം ആഴ്ചയിൽ 6 ദിവസവും രാവിലെ 9 മുതൽ രാത്രി 9 വരെ ജോലി ചെയ്യാനുള്ള പ്രതീക്ഷയാണ് സൂചിപ്പിക്കുന്നത്. ഈ വർക്ക് ഷെഡ്യൂൾ സമ്മർദ്ദത്തിന്റെ തോത്, ക്ഷീണം, വ്യക്തിപരമായ കാര്യങ്ങൾക്ക് പരിമിതമായ സമയം എന്നിവയ്ക്ക് കാരണമാകുമെന്നതാണ് മനസ്സിലാക്കേണ്ടത്. ചൈനയിലെ പ്രൊഫഷണലുകൾ പലപ്പോഴും അവരുടെ പ്രൊഫഷണൽ പ്രതിബദ്ധതകൾ വ്യക്തിപരമായ ക്ഷേമവുമായി സന്തുലിതമാക്കുന്നതിനുള്ള വെല്ലുവിളി നേരിടുന്നു എന്നത് അടിവരയിടണം. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്രത്തോളം വിരസമായി ചൈനക്കാരുടെ ജീവിതം എന്നുള്ളത്. ഈ പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ സംരംഭങ്ങളും കോർപ്പറേറ്റ് നയങ്ങളും സാമൂഹിക അവബോധ ക്യാമ്പയിനുകളും മറ്റും സംഘടിപ്പിക്കാൻ ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഫ്ലെക്സിബിൾ സമയം, റിമോട്ട് വർക്ക് ഓപ്ഷനുകൾ, പെയ്ഡ് ലീവ് പോളിസികൾ എന്നിവ പോലെയുള്ള ഫ്ലെക്സിബിൾ വർക്കിംഗ് ക്രമീകരണങ്ങൾ നടപ്പിലാക്കാൻ കമ്പനികളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. കൂടാതെ സ്ട്രെസ് മാനേജ്മെന്റ് സംരംഭങ്ങൾ, വെൽനസ് പ്രവർത്തനങ്ങൾ, മാനസികാരോഗ്യ പിന്തുണ എന്നിവ ഉൾപ്പെടെയുള്ള ജീവനക്കാരുടെ ക്ഷേമ പരിപാടികൾക്ക് ഊന്നൽ നൽകുന്നുണ്ട്. നോക്കൂ, തൊഴിൽ ജീവിത സംയോജനത്തിൽ സാങ്കേതിക വിദ്യയുടെ സ്വാധീനം വലിയ രീതിയിലാണ്. സ്മാർട്ട് ഫോണുകളുടെയും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെയും വ്യാപകമായ ഉപയോഗം ജോലിയും വ്യക്തിജീവിതവും തമ്മിലുള്ള അതിരുകൾ മായ്ച്ചു കളഞ്ഞു എന്ന് വേണം പറയാൻ. പരമ്പരാഗത ജോലി സമയത്തിന് പുറത്ത് ജോലിയുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങളോടും ഇമെയിലുകളോടും ഒക്കെ പ്രതികരിക്കുന്നത് പ്രൊഫഷണലുകൾക്കിടയിൽ വ്യാപകമാണ്. ഈ കണക്ടിവിറ്റി ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുകയും വിദൂര സഹകരണം സുഗമമാക്കുകയും ചെയ്യുമ്പോൾ ആരോഗ്യകരമായ തൊഴിൽ ജീവിത സന്തുലിതാവസ്ഥ കൈവരിക്കുന്നതിനുള്ള വെല്ലുവിളിയെ തീവ്രമാക്കുന്നുണ്ട്. സാങ്കേതിക വിദ്യയുടെ ഉപയോഗം നിയന്ത്രിക്കുന്നതും അതിരുകൾ സ്ഥാപിക്കുന്നതും ക്ഷേമം നിലനിർത്തുന്നതിനും വ്യക്തിഗത സമയം സംരക്ഷിക്കുന്നതിനും കാര്യങ്ങൾ ചെയ്തേ മതിയാകൂ എന്നാണ് യുവാക്കളുടെ പ്രതിഷേധം പങ്കുവെക്കുന്നത്. ചൈനയിലെ തൊഴിൽ നിയമങ്ങൾ അനുസരിച്ച് ഒരു സാധാരണ പ്രവൃത്തി ദിവസം 8 മണിക്കൂർ ദൈർഘ്യമുള്ളതാണ്. ആഴ്ചയിൽ പരമാവധി 44 മണിക്കൂർ. അതിനപ്പുറമുള്ള ഏത് ജോലിക്കും ഓവർ ടൈമിന് അധിക വേതനം ആവശ്യമാണ്. എന്നാൽ ഇത് കൃത്യമായി നടപ്പിലാക്കിയിട്ടില്ല. രാജ്യത്തെ പല വലിയ സ്ഥാപനങ്ങളിലും പ്രത്യേകിച്ച് അഭിവൃദ്ധി പ്രാപിക്കുന്ന ടെക് മേഖലയിൽ ജീവനക്കാർ പലപ്പോഴും കൂടുതൽ സമയം ജോലി ചെയ്യുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുക. നിരവധി ചൈനീസ് തൊഴിലാളികൾ രാജ്യത്തിന് പുറത്ത് ജോലി തേടുന്നതിന് ഇതൊരു പ്രധാന കാരണമാണ്. എന്തായാലും യുവാക്കളുടെ പ്രതിഷേധം ഏത് രീതിയിൽ ഫലം കാണും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി ഞങ്ങളെ അറിയിക്കും.